ഈ പോർണോഗ്രഫി എന്ന് ഞാൻ പറഞ്ഞില്ല, അത് എനിക്ക് ആ ഒരു അതിൻ്റെ ടെക്സ്റ്റുവാലിറ്റി അതിൻ്റെ ഞാൻ ഒരു കാലത്ത് വരെ ശ്രദ്ധിച്ചിരുന്നു. ഒരു 10-20 വയസ്സ് വരെ ഞാൻ പോർണോഗ്രഫി പുസ്തകങ്ങൾ മലയാളത്തിൽ വായിച്ച കുറവാണ്, ഇംഗ്ലീഷിൽ വായിച്ചിട്ടുണ്ട്. അത് കിട്ടാനൊക്കെ അന്ന് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ അത് നമുക്ക് മടുപ്പ് വരും, അത് വിഷയമില്ലാന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാത്തരം പുസ്തകങ്ങളും വായിക്കുമായിരുന്നു. ഇപ്പോഴും ഇപ്പോൾ ഞാൻ ആലോചിക്കുന്ന പുസ്തകം നമ്മുടെ ചരമം കുറിപ്പുകളെ പറ്റിയുള്ള പുസ്തകം ഒബിച്ചറി. അത് ആരും ചെയ്യാത്ത കാര്യമാണ്. അത് മാതൃഭൂമി പത്രത്തെ ആധാരമാക്കി ചെയ്യാം. അത് മാതൃഭൂമിയിൽ മറ്റൊന്നും കൊണ്ടല്ല, അവിടുത്തെ എല്ലാ പത്രം കിട്ടും, ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. ആ പഠനത്തിന് എളുപ്പമാണ്. അപ്പോൾ ഞാൻ കുറേ മുന്നേറിയിട്ടുണ്ട്. അത് വലിയ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ശുദ്ധമായ ഭാഷയായി ചരമം, ആ ഡെക്കറേഷൻ ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് അതിൻ്റെ നറേറ്റീവിൽ വന്ന മാറ്റം, ഓരോ കാലത്ത് ഇതിൻ്റെ നറേറ്റീവിൽ മാറ്റം വരുന്നുണ്ട്. മാത്രമല്ല ആദ്യകാലത്ത് ഈ VIP മരണം മാത്രമേ പത്രത്തിൽ വരൂ. ഇപ്പം മരിച്ചവരുടെ അവകാശമാണ്. ഈ എഡിഷനൊക്കെ ധാരാളമുള്ളതുകൊണ്ട് എല്ലാ മരണങ്ങളും റിപ്പോർട്ട് ചെയ്യും. ഗവൺമെൻറ്റിൽ പോലും അങ്ങനത്തെ സമഗ്രമായ രേഖ ഉണ്ടാവില്ല. ലൈബ്രറികൾ ഒരു ഓഫീസ് പോലെയല്ല പ്രവർത്തിക്കേണ്ടത്, എപ്പോഴും ക്രിയേറ്റീവായിട്ടുള്ള സ്ഥലമായിട്ട് വേണം. അതുപോലെ മലയാളത്തിലെ മറ്റു നാടകങ്ങളും ഇങ്ങനെ വായിക്കാം. അതുപോലെ ഈ ഒരു കവിസമ്മേളനം, ഇതൊക്കെ ആ നാട്ടിലെ ആളുകൾ ഉപയോഗിച്ചിട്ട് കവിസമ്മേളനം. അപ്പോൾ ഒരു ലോക്കൽ ക്രിയേറ്റിവിറ്റി, ലോക്കൽ മോശം അർത്ഥത്തിലല്ല, ലോക്കൽ ക്രിയേറ്റിവിറ്റിയുടെ ഒരു സ്ഥാപനമായിട്ട് ഇപ്പോൾ മാറേണ്ടത്. അതാണ് ഈ ലൈബ്രറിക്ക് ഇപ്പോൾ മെച്ചപ്പെട്ട ഗ്രാൻഡും മറ്റും കൊടുക്കുന്നുണ്ട്. പിന്നെ ആളുകൾക്ക് ഭാരവാഹികളാവാൻ പറ്റും താല്പര്യമാണ് ഇപ്പോൾ പഴയതിനേക്കാളും. ആണ് ഈ പൈസ കിട്ടുന്നുണ്ട് അവർക്കല്ല. ഈ ഗവൺമെൻറ് പഴയ പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല. പുസ്തകങ്ങൾ എല്ലായിടത്തും ലഭ്യമാണ്, വാങ്ങിക്കാൻ എളുപ്പമാണ്. ലൈബ്രറി പുസ്തക മേളകൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് പുസ്തകങ്ങൾ ഇപ്പോൾ കുറച്ചും കൂടി വരുന്നുണ്ട്. പിന്നെ ലൈബ്രറിയിലും മോശമല്ലാത്ത ശമ്പളം ഗ്രാൻഡ് എന്തോ കൊടുക്കുന്നുണ്ട്, കൃത്യം അതിൻ്റെ എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ ലൈബ്രറികളുടെ പ്രവർത്തനം സുഗമമാണിപ്പോൾ. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും അത് ഉണ്ടാവുന്നില്ല. ഇതൊരു ഒഫീഷ്യൽ സംഗതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. തിരിവൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഞാനൊരു എല്ലാം വായിക്കുന്ന ആളാണ്. ഈ പോർണോഗ്രഫി എന്ന് ഞാൻ പറഞ്ഞില്ല, അത് എനിക്ക് ആ ഒരു അതിൻ്റെ ടെക്സ്റ്റുവാലിറ്റി ഞാൻ ഒരു കാലത്ത് വരെ ശ്രദ്ധിച്ചിരുന്നു. ഒരു 10-20 വയസ്സ് വരെ ഞാൻ പോർണോഗ്രഫി പുസ്തകങ്ങൾ മലയാളത്തിൽ വായിച്ച കുറവാണ്, ഇംഗ്ലീഷിൽ വായിച്ചിട്ടുണ്ട്. അത് കിട്ടാനൊക്കെ അന്ന് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ അത് നമുക്ക് മടുപ്പ് വരും, അത് വിഷയമില്ലാന്നുണ്ട്. പിന്നെ ഞാൻ എല്ലാത്തരം പുസ്തകങ്ങളും വായിക്കുമായിരുന്നു. ഇപ്പോഴും ഇപ്പോൾ മനോരമ വീക്കിലും അങ്ങനത്തെ വീക്കിലും വായിക്കാൻ തോന്നാറില്ല. എങ്കിലും പലതരം പുസ്തകങ്ങൾ വായിക്കാൻ, പൊളിറ്റിക്കലായിട്ട് നമുക്ക് വിയോജിപ്പുള്ള ആളുകളുടെ പുസ്തകങ്ങളും ചിലപ്പോൾ നോക്കാറുണ്ട്. പിന്നെ അപ്പോൾ നിരൂപണത്തിന് അതൊക്കെ വേണം വാസ്തവത്തിൽ. പിന്നെ എൻ്റെ നിരൂപണത്തിന് വേറൊരു രീതി, ഞാനൊരു പ്രൊഫഷണൽ നിരൂപകനാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അത്രയും പുസ്തകങ്ങൾ 19 പുസ്തകം എഴുതി. പക്ഷേ പിന്നെ ഈ പാണ്ഡിത്യം കൊണ്ടല്ല ഞാൻ എഴുതുന്നത്, ലോകനോട്ടം കൊണ്ടാണ്. ഞാൻ തമാശ പറയല്ല, ചില ബസ്സിലൊക്കെ പോകുമ്പോൾ ഉറങ്ങുന്നവരില്ലേ, അവർക്ക് വലിയ നഷ്ടം സംഭവിക്കുന്നുണ്ട്. ഒരു നഷ്ടം ഈ ബ്രേക്ക് വെട്ടുമ്പോൾ ചിലപ്പോൾ നെറ്റി വെച്ചടിക്കുന്നില്ല. വേറെ നഷ്ടം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ അവർ കാണാൻ പറ്റുന്നില്ല. ഏറ്റവും വലിയ ലൈബ്രറി ലോകമാണ്. ഈ ലോകം എന്നുള്ള വാക്കിന് അർത്ഥം തന്നെ കണ്ടറിയുന്നതെന്ന്. ഈ ഇന്ത്യ ലോകത്തിന് സമ്മാനിച്ച അത്ഭുതകരമായൊരു വാക്കാണ്, സംസ്കൃത വാക്കാണ് ലോക. കണ്ടിട്ടറിയുന്ന ലോകം. വേൾഡ് എന്നുള്ള വാക്കിന് അർത്ഥമില്ല. അത് ഇന്ത്യക്ക് അങ്ങനെ അത്ഭുതകരമായിട്ടുള്ള, ഈ സംസ്കൃതത്തിൽ അങ്ങനത്തെ അത്ഭുതകരമായ വാക്കുകളുണ്ട്. നമ്മൾ കണ്ടറിയുക എന്നുള്ള കാര്യം. ഈ ലോകം നോക്കുന്നതിന് തുടർച്ചയാണ് എനിക്ക് വായന. അല്ലാണ്ട് പുസ്തക ജീവിയല്ല ഞാനങ്ങനെ വലിയ വായനക്കാരനെന്നുള്ള അഭിമാനം എനിക്കില്ല. അങ്ങനത്തെ ഒരു വായനക്കാരനല്ല, പണ്ഡിതനല്ല ഞാൻ. പെട്ടെന്നൊരു കൊട്ടേഷൻ പറയാൻ പറഞ്ഞാൽ എനിക്ക് കിട്ടില്ല. അങ്ങനെ പാണ്ഡിത്യം എന്നല്ലേ, ഇങ്ങനെ ഉദ്ധരിക്കാൻ ഇങ്ങനെ വരികൾ പറയുമോ, അയാൾ എന്ത് പറയും, അതൊന്നും എനിക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ ഈ എൻ്റെ ലോകവീക്ഷണത്തിൻ്റെ ഒന്നാമത് ഞാൻ ശാരീരികമായിട്ട് എടുക്കാനല്ല, പണ്ടേ എനിക്ക് നല്ല അപകർഷതാബോധമുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക
ലോകവീക്ഷണത്തിനും പിന്നെ ഈ പുസ്തകങ്ങളിൽ നിന്നൊക്കെയുള്ള നമ്മളെല്ലാ ഏതെങ്കിലും തരത്തിൽ പിന്നെ വ്യക്തിത്വം സ്ഥാപിക്കാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ. പക്ഷേ മൃഗങ്ങൾ പോലും ശ്രമിക്കും, പിന്നെ മനുഷ്യൻ. അപ്പോൾ ഞാൻ അതുകൊണ്ടായിരിക്കും ഞാൻ വായനക്കാർ എഴുത്തുകാരൻ ഒറ്റയ്ക്ക് ചെയ്യാവുന്നത്. എഴുത്ത് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന പണിയല്ലേ. ബാക്കി ആളുകളെ ബോധ്യപ്പെടുത്തി അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് മറ്റ് പ്രവർത്തനങ്ങൾ. ഇത് ഒരർത്ഥത്തിൽ ഏകാന്തമല്ല, നമ്മൾ ലോകത്തിൻ്റെ എല്ലാ അനുഭവങ്ങളുടെ കൂടെയാണ്. ആ അർത്ഥത്തിൽ ഏകാന്തമല്ല, പക്ഷേ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന പണിയാണ് എഴുത്ത്. അതുകൊണ്ട് എനിക്ക് ആളുകളെ ചേർത്ത് വെക്കാനുള്ള കഴിവൊന്നും സഹനശക്തിയിൽ കുറവാണ്, ഇപ്പോഴും ഇല്ല. അതുകൊണ്ട് എഴുത്തിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പുസ്തക വായന ഉണ്ടാവും, നമ്മളെല്ലാം ചെയ്യുന്ന പോലെ. ചില സ്പെഷ്യൽ റീഡിങ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ ആലോചിക്കുന്ന പുസ്തകം പിന്നെ നമ്മൾ ചരമം കുറിപ്പുകളെ പറ്റിയുള്ള പുസ്തകം ഒബിച്ചറി. അത് ആരും ചെയ്യാത്ത കാര്യമാണ്. അത് മാതൃഭൂമി പത്രത്തെ ആധാരമാക്കി ചെയ്യാം. അത് മാതൃഭൂമിയിൽ മറ്റൊന്നുകൊണ്ടല്ല, അവിടുത്തെ എല്ലാ പത്രം കിട്ടും, ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട്. പഠനത്തിന് എളുപ്പമാണ്. അപ്പോൾ ഞാൻ കുറേ മുന്നേറിയിട്ടുണ്ട്. അത് വലിയ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ശുദ്ധമായ ഭാഷയായി ചരമം, അതിന് ആ ഡെക്കറേഷൻ ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് അതിൻ്റെ നറേറ്റീവിൽ വന്ന മാറ്റം, ഓരോ കാലത്ത് ഇതിൻ്റെ നറേറ്റീവിൽ മാറ്റം വരുന്നുണ്ട്. മാത്രമല്ല ആദ്യകാലത്ത് ഈ VIP മരണം മാത്രമേ പത്രത്തിൽ വരൂ. ഇപ്പം മരിച്ചവരുടെ അവകാശമാണ്. ഇപ്പോൾ എഡിഷനൊക്കെ ധാരാളമുണ്ട്, എല്ലാ മരണങ്ങളും റിപ്പോർട്ട് ചെയ്യും. ഗവൺമെൻറ്റിൽ പോലും അങ്ങനത്തെ സമഗ്രമായ രേഖ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പല ആംഗിളിലും നോക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് വെച്ച ഒരാൾ പേര് ഞാൻ മാറ്റി പറയുന്നത് സുഗുണൻ എന്ന് പറയാം, പേര് ശരിക്കാതല്ല. അദ്ദേഹത്തിന് 6 ഭാര്യമാരുണ്ട്. ആ വാർത്ത അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിരി വരും. പക്ഷെ 6 ഭാര്യമാരുണ്ടാകുന്നതിന് കാരണം ഉണ്ടാവില്ലേ? അപ്പോൾ അത് നമുക്ക് അറിഞ്ഞൂടാ എന്താ കാരണം എന്നില്ല. ഞാനത് എടുത്തു വെച്ചിട്ടുണ്ട് ആ പത്രക്കുറിപ്പ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വ്യത്യസ്തമായി ചെയ്യാൻ വേണ്ടി പറയണം. അപ്പോൾ അത് ഈ ലോകബോധം കൊണ്ടുള്ള. അപ്പോൾ സാധനം ചരമക്കുറിപ്പിനെ പറ്റി ആരും പുസ്തകം ഒന്നും വിചാരിക്കില്ല, അതിൽ അത്ഭുതങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിറയെ അത്ഭുതങ്ങളാണ്. അത്ഭുതം മാത്രമല്ല, ഒരുപാട് പുതിയ കാര്യങ്ങൾ കിട്ടും മനുഷ്യ ജീവിതത്തെക്കുറിച്ച്. പണ്ട് ഈ വയസ്സിൻ്റെ കാര്യം, ഈ പണ്ടൊന്നും ഈ 75 വയസ്സിൽ വരുന്ന മരണം ഉണ്ടാവില്ല, അതിന് മുമ്പേ തീർന്നു വരുന്നുണ്ടാവും. പണ്ട് 75 വയസ്സെന്ന് പിന്നെ വലിയ വയസ്സാണ്. ഇപ്പോൾ 75 വയസ്സിന് സാധാരണ 70-80 വയസ്സൊക്കെ സാധാരണ വയസ്സായി. ഇവർ 90 വയസ്സ് തന്നെ അത്ര അത്ഭുതകരമായിട്ടുള്ള ഒന്നുമല്ല. പണ്ട് 90 വയസ്സൊന്നും ഒരാളും ഉണ്ടാവില്ല. പണ്ട് തോന്നുന്നുണ്ട്, പണ്ട് നേരത്തെ ആളുകൾ മരിച്ചു. ഈ ഷുഗറിന് പ്രശ്നമൊന്നും മരണമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ആളുകൾ നേരത്തെ മരിച്ചു പോകുന്നുണ്ട്. പിന്നെ പട്ടിണിയുടെ പ്രശ്നമുണ്ടാവും. പിന്നെ ആയുർവേദ ചികിത്സയിലും അന്ന് ഇല്ലു, അതൊന്നും ഫലപ്രദമായിക്കൊള്ളുന്നില്ല. അങ്ങനെ ആളുകളുടെ മരണം ഏർലി ഡെത്ത് കൂടുതലാണ്, കുട്ടികളുടെ മരണം വളരെ കൂടുതലാണ്. ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സോഷ്യോ ഇക്കണോമിക്, അതുപോലെ വൈകാരികമായിട്ട് കുടുംബത്തിൻ്റെ കാര്യം, പേരുകളുടെ വലിയ മാറ്റം, അങ്ങനെ ദേശനാമങ്ങൾ വലിയൊരു മേഖലയാണ് ഈ പറഞ്ഞാൽ. അതിനെ വെച്ച് ഒരു തിയറി നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഈ പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവ് ഉൽപ്പാദിപ്പിക്കുന്ന ആളല്ല, ലോകത്തെ വായിക്കലാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു നാട്ടിലെ എഴുത്തുകാരുടെ എല്ലാവരും പ്രശസ്തരായിക്കൊള്ളുമല്ലോ. ഒരു നാട്ടിൽ ഒരുപാട് എഴുത്തുകാരുണ്ട്. അവരൊക്കെ കടലാസുകളായിട്ട് എന്തെങ്കിലും ഒരു കഥയുടെ കോപ്പി അല്ലെങ്കിൽ കവിതയുടെ കോപ്പിയായിട്ട് സൂക്ഷിക്കുക എന്നല്ലതാണ്. അപ്പോൾ ഇത്രയും ക്രിയേറ്റീവായിട്ടുള്ള പൊട്ടൻഷ്യൽ ഈ നാട്ടിലുണ്ടായെന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അധികം പണച്ചെലവൊന്നും ഇല്ലാതെ തന്നെ ഒരു ഉത്സാഹം കൊണ്ട് മാത്രം ലൈബ്രറികൾ കുറേ കൂടി സജീവമാക്കാൻ പറ്റും. ഇപ്പോൾ റീഡിങ് തിയേറ്റർ എന്ന് പറയുന്ന സാധനം ലൈബ്രറി കൗൺസിലിൽ ഇപ്പോൾ വിഷയമായിട്ട് കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഒന്നുമില്ല, നാടകം റീഡ് ചെയ്യുക. ഇപ്പോൾ ഷേക്സ്പിയറുടെ എല്ലാ നാടകങ്ങളും മലയാളത്തിൽ ലഭ്യമാണ്. പക്ഷേ അത് കളിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലേ, കളിക്കുന്നത് തന്നെ. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, എല്ലാ നാടകങ്ങളും ഉണ്ട്. അപ്പോൾ അത് വായിച്ച റേഡിയോ നാടകം പോലെ കേൾക്കാം. അപ്പോൾ ഒരു 5% തിയേറ്ററും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഷേക്സ്പിയർ, ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനാണ്, ഞാനിപ്പം തന്നെയും എല്ലാ ഷേക്സ്പിയർ നാടകങ്ങളും കണ്ടിട്ടൊന്നുമില്ല. മിക്കവാറും കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ സിനിമ അതിൻ്റെ വീഡിയോ രൂപം കണ്ടിട്ടുണ്ടാവും, ചിലത് മലയാളം കണ്ടിട്ടുണ്ടാവും, പല ഭാഷകളും കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നാൽ എല്ലാം കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു ക്വാസി തിയേറ്റർ, ഒരു 1/4 തിയേറ്റർ പോലെ എങ്കിലും ഇങ്ങനെ ഈ റീഡിങ് തിയേറ്ററിൽ ഉണ്ടാക്കാം. അതൊക്കെ ലൈബ്രറി കൗൺസിൽ ചെയ്യാവുന്നതാണ്. അത് ഞാൻ ലൈബ്രറി കൗൺസിൽ ഈ പ്രസംഗിക്കുന്ന സന്ദർഭത്തിൽ ഊന്നി പറഞ്ഞിട്ട് ലൈബ്രറി കൗൺസിൽ ഞാൻ മാത്രമായിരിക്കില്ല, മറ്റു പലരും പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ മലയാളത്തിൽ ഈ പുസ്തകം വന്നത് പിന്നെ ഷേക്സ്പിയർ നാടകങ്ങളുടെ വരവിനെ നമുക്ക് ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റും ക്രിയേറ്റീവായിട്ട്. അപ്പോൾ ഷേക്സ്പിയർ എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ പുതിയ ഒരുപാട് കാര്യങ്ങൾ പണച്ചെലവില്ലാതെ തന്നെ ലൈബ്രറികൾക്ക് നടത്താൻ പറ്റും. ലൈബ്രറികൾ ഒരു ഓഫീസ് പോലെയല്ല പ്രവർത്തിക്കേണ്ടത്, എപ്പോഴും ക്രിയേറ്റീവായിട്ടുള്ള സ്ഥലമായിട്ട് വേണം. അത് മലയാളത്തിലെ മറ്റ് നാടകങ്ങളും ഇങ്ങനെ വായിക്കാം. അതുപോലെ ഒരു കവിസമ്മേളനം, ഇതൊക്കെ ആ നാട്ടിലെ ആളുകൾ ഉപയോഗിച്ചിട്ട് കവിസമ്മേളനം. അപ്പോൾ ഒരു ലോക്കൽ ക്രിയേറ്റിവിറ്റി, ലോക്കൽ മോശം അർത്ഥത്തിലല്ല, ലോക്കൽ ക്രിയേറ്റിവിറ്റിയുടെ ഒരു സ്ഥാപനമായിട്ട് ഇപ്പോൾ മാറേണ്ടത്. അതാണ് ഈ ലൈബ്രറിക്ക് ഇപ്പോൾ മെച്ചപ്പെട്ട ഗ്രാൻഡും മറ്റും കൊടുക്കുന്നുണ്ട്. പിന്നെ ആളുകൾക്ക് ഭാരവാഹികളാവാൻ പറ്റും താല്പര്യമാണ് ഇപ്പോൾ പഴയതിനേക്കാളും. ഈ പൈസ കിട്ടുന്നുണ്ട് അവർക്കല്ല, ഈ ഗവൺമെൻറ് പഴയ പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല. പുസ്തകങ്ങൾ എല്ലായിടത്തും ലഭ്യമാണ്, വാങ്ങിക്കാൻ എളുപ്പമാണ്. ലൈബ്രറി പുസ്തക മേളകൾ നടത്തുന്നുണ്ട്.
അപ്പോൾ ആ നിലക്ക് പുസ്തകങ്ങൾ ഇപ്പോൾ കുറച്ചും കൂടി വരുന്നുണ്ട്. പിന്നെ ലൈബ്രറിയിലും മോശമല്ലാത്ത ശമ്പളം ഗ്രാൻഡ് എന്തോ കൊടുക്കുന്നുണ്ട്, കൃത്യം അതിൻ്റെ എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ ലൈബ്രറികളുടെ പ്രവർത്തനം സുഗമമാണിപ്പോൾ. അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളും കൂടി ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും അത് ഉണ്ടാവുന്നില്ല. ഇതൊരു ഒഫീഷ്യൽ സംഗതിയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അതൊരു ഉണക്കം ബാധിച്ച അവസ്ഥയാണ്. അങ്ങനെ ആയിക്കൂടാ. കെട്ടിടത്തിൻ്റെ രൂപനിർമ്മാണ പ്രവർത്തനം ഏതാണ്ട് ബന്ധമുള്ള. ഇപ്പോൾ ഞാൻ കണ്ട ലൈബ്രറികൾക്കെല്ലാം ഒരു മുറി, ചെറിയ മുറി, അവിടെ ഈ പുസ്തകങ്ങൾ, ബാക്കി അതിൻ്റെ 2 ഇരട്ടി വലിപ്പമുള്ള മുറികൾ, ഒരു റീഡിങ് ഹാള്, ഇത്രയും ഉണ്ടാവും. പിന്നെ ചെറിയൊരു വരാന്ത. ഇതാണ്. അങ്ങനെ അന്ന് നാട്ടിൽ പണമില്ലല്ലോ. അവിടെ അന്ന് NES ബ്ലോക്ക് എന്ന സംവിധാനം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തില്ലേ, അതിൻ്റെ ഒരു വേറെ NES, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്, NES ബ്ലോക്ക്, നെഹ്റുവിൻ്റെ ആശ. അപ്പോൾ അവരുടെ ഫണ്ടൊക്കെ ലൈബ്രറികൾക്ക് കൊടുക്കാറുണ്ടായിരുന്നു. അല്ലാതെ ഈ ലൈബ്രറി കൗൺസിലിൻ്റെ ഒന്നും അന്ന് ലൈബ്രറി കൗൺസിലില്ല, ഗ്രന്ഥശാല സംഘം ചെറിയ ഗ്രാൻഡ്, പുസ്തക ഗ്രാൻഡ് കൊടുക്കും. ലൈബ്രറിൻ്റെ അലവൻസ് പോലെ ചെറിയ പൈസ കൊടുക്കും. അതുകൊണ്ട് ഇങ്ങനെ ഒപ്പിച്ചൊപ്പിച്ച് കൊണ്ടുവരാം. പിന്നെ ഈ നാട്ടിൽ നിന്ന് പുസ്തകങ്ങൾ കളക്ട് ചെയ്യുന്ന സമ്പ്രദായം കുറേശ്ശുണ്ട്. ചിലർ അറിഞ്ഞു കൊടുക്കുന്നവരുണ്ടോ പുസ്തകങ്ങൾ, ഒരു എളിയ നിലക്കാണ്. പക്ഷെ അന്ന് പിന്നെ ടി വി വരുന്നതിന് മുമ്പേ ലോകം വേറെ ഒന്നാണ്, യാതൊരു സംശയമില്ല. ടി വി വന്നതോടുകൂടി ലോകത്തിൻ്റെ മനുഷ്യ സ്വഭാവം തന്നെ മാറിപ്പോയി. നല്ലതുമാണ് മോശമാണ്. അപ്പോൾ വന്ന് വായനശാല സ്ത്രീകൾ തന്നെ, ഞാൻ സ്ത്രീകളെപ്പറ്റി ഞാനൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്, എൻ്റെ സ്ത്രീ അറിവുകൾ എന്ന് പറഞ്ഞിട്ട്. ആ പുസ്തകത്തിൽ ഒരു അധ്യായം ഈ വായനശാലയിൽ നിന്ന് നിരന്തരം പത്രം വായിച്ചതിൻ്റെ പേരിൽ വിവാഹബന്ധം നഷ്ടപ്പെട്ടു പോയ ഒരു സ്ത്രീയെക്കുറിച്ചാണ്. അത് കുറച്ച് ഫിക്ഷൻ, ആളെ മനസ്സിലാവാതിരിക്കാൻ വേണ്ടി ഒരു 5% വ്യാജമുണ്ട് അതിൽ, എഴുത്തിൽ. അവർ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നാൽ ദൂരത്തുനിന്ന്, അവർക്ക് ഈ നിരന്തരം വായനശാലയിൽ വന്ന് പത്രം വായിക്കുന്നതുകൊണ്ടും മറ്റും അവർ ഒറ്റപ്പെട്ടു പോയി. അവർക്ക് ഈ വിവാഹബന്ധം നിർത്തിവെച്ചിട്ട് അവരുടെ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഈ വായനശാലയിലെ ഒരു പിന്നെ പ്രസിദ്ധീകരിക്കാത്ത ചരിത്രമാണ്. അല്ല, വായനശാല കുറ്റവാളിയൊന്നുമല്ല, അവർ എടുത്ത സ്കൂളിൽ ടീച്ചറായിരുന്നു, അവരോട് ഒന്ന് വായിക്കും. പിന്നെ ഈ നാട്ടുകാർക്ക് വായനശാലയിൽ നിന്ന് പത്രം വായിക്കുന്ന സ്ത്രീ അവർ ഉൾക്കൊള്ളാം. അന്നത്തെ സാഹചര്യത്തിൽ ഇത് 60s ഉൾക്കൊള്ളാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഈ അൺസീൻ ഹിസ്റ്ററി എന്ന് പറയില്ലേ, ഈ വായനശാലയ്ക്ക് പലതും ഉണ്ടാവും. ആ വായനശാല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സോഷ്യൽ യൂണിറ്റാണ്. അത് വളരെ കാര്യമായിട്ട് പഠിക്കേണ്ടതാണ്. വളരെ ഈ പുസ്തകങ്ങൾ, ഇപ്പോൾ ചില വായനശാലയൊക്കെ ഈ പുസ്തകങ്ങൾ വാങ്ങിക്കാമെന്ന് പോകുന്നതിന് മുമ്പേ അതിൻ്റെ ലിസ്റ്റ് ആവശ്യപ്പെടും വായനക്കാരെന്ന്. അത് ഞാൻ ലൈബ്രറി കൗൺസിലിൻ്റെ കത്തയച്ചതിന് മുമ്പ് നിങ്ങളെല്ലാ വായനശാലയിലും അങ്ങനെ ലിസ്റ്റ് ആവശ്യപ്പെടുന്നൊരു വിവരം കൊടുക്കണം. കാരണം ഭാരവാഹികൾ നല്ല വായനക്കാരായിക്കൊള്ളുന്നില്ലല്ലോ. പിന്നെ മാത്രമല്ല, ഈ പുസ്തകോത്സവത്തിൽ അവർ കച്ചവടം എന്നല്ലേ അവിടെ. അപ്പോൾ നമ്മളെ മിസ്ലീഡ് ചെയ്യപ്പെടും, ശരിയായിട്ട് പുസ്തകത്തിൽ എത്തിച്ചേരില്ല. അതുപോലെ ചില പുസ്തകങ്ങൾ ഏതെങ്കിലും മൂലക്കാര്യം കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ശരിക്കും പ്രിപ്പയർ ചെയ്ത് പോയാൽ നമുക്ക് നല്ല പുസ്തകങ്ങൾ കിട്ടും. അപ്പോൾ അതിനുവേണ്ടി നാട്ടിൽ തന്നെ മാത്രമല്ല, ഈ പുസ്തക വായനക്കാരൊന്നും വായനശാല വരില്ല. അവർക്ക് സ്വന്തം വായനശാല ഉണ്ടാവും, സ്വന്തം പേഴ്സണൽ ലൈബ്രറി ഉണ്ടാവും. അപ്പോൾ അവർ വായനശാലയായിട്ട് ബന്ധപ്പെടാനുള്ള കാര്യമാണ്. മാത്രമല്ല, ഈ നല്ല വായനക്കാരായ ആൾക്കാർ ആ നാട്ടിലുണ്ടെങ്കിൽ അവരുടെ വീട്ടിലേക്ക് ഇവർ പോയിട്ട് പിന്നെ എന്തൊക്കെ പുസ്തകങ്ങൾ പുതുവായനക്കാർക്ക് വേണ്ടി, സ്പെഷ്യലിസ്റ്റ് വായനക്കാർക്ക് ചില പുസ്തകം ആവശ്യം വരില്ല, പിന്നെ അങ്ങനെ ബന്ധപ്പെട്ട് അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാവണം. പക്ഷേ പലപ്പോഴും ഉണ്ടാവുന്നില്ല. അത് അവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒരുക്കമൊന്നുമില്ലാതെ ഇവിടെ പോവുകയും പുസ്തകോത്സവങ്ങളിൽ പോവുകയും ഈ ബുക്ക് സ്റ്റാളുകാരുടെ മാത്രമല്ല പ്രധാനപ്പെട്ട ബുക്ക് സ്റ്റാളിൽ ഇവർ കയറും. കേരളത്തിലെ വൻകിട മറ്റ് പ്രസാധകർ എത്രയോ നല്ല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിലൊന്നും ഇപ്പോൾ ഞാൻ ചില പേരുകൾ എൻ്റെ മനസ്സിലായി, ഞാൻ പുസ്തകങ്ങളുടെ പേരല്ല, പുസ്തകങ്ങളുടെ പേര്. ഇപ്പോൾ TV സജീവ് എന്ന് പറയുന്ന ഒരാൾ ഈ കാട്ടിലെ ഒച്ചകളെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതോ ചെറിയ പ്രസാധനമാണ് ഇറക്കിയിരിക്കുന്നത്. അത് വായനശാലയിലൊക്കെ വേണ്ട പുസ്തകമാണ്. അത് കാണില്ല, കാരണം അവർക്ക് ചിലപ്പോൾ അവിടെ സ്റ്റോളേ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഈ പുസ്തകം വാങ്ങിക്കൽ ഒരു 1 ടൈം ഇൻസ്റ്റാൾമെൻറ്റ് ആയിക്കൂടാ. ആ ഫണ്ട് ഒരു കൊല്ലം കൊണ്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ ഇപ്പോൾ പുതിയ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശതമാനമെങ്കിലും പുതിയ പുസ്തകങ്ങൾ കിട്ടുമ്പോൾ അങ്ങനെ ഒരു കണ്ടിന്യൂയിങ് ഓൺഗോയിങ് ആക്ടിവിറ്റി ആയിട്ട് മാറേണ്ടതുണ്ട് ഈ പുസ്തകം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ഈ പൊതു ലൈബ്രറികൾ നടക്കുന്നില്ല. ഒരു കോളേജ് ലൈബ്രറിയിൽ പോലും നടക്കില്ല. ഒന്നിച്ച് വാങ്ങിക്കുക, അതിന് ഭരണസൗകര്യത്തിന് വേണ്ടി ഒന്നിച്ച് വാങ്ങിച്ചു വെച്ചാൽ അതെ ഭരണസൗകര്യമാണ്, മറ്റൊന്നുമില്ല. അങ്ങനെ ഒരു ലൈബ്രറികളെ അന്ന് ആ നാട്ടിലെ നല്ല വായനക്കാർക്ക് ഏതെങ്കിലും നിലയ്ക്കൊരു പങ്കാളിത്തമാണ്. പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ ഒന്നും വേണ്ട, ഒരു അക്കാദമിക് കമ്മിറ്റി പോലെ ഈ ഒരു വേണം. അല്ലാതെ നിത്യമായിട്ട് അവർക്ക് ബന്ധപ്പെടാൻ സംഘാടകർക്ക് ബന്ധപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടാവും, ഇവർക്ക് മറ്റു തിരക്കുകളുണ്ടാവും. അപ്പോൾ നല്ല വായനക്കാരികളുടെയും ഒരു അസംബ്ലി വസ്തുതയിൽ എല്ലാ വായനശാലേൻ്റെ ഭാഗമായിട്ട് ലൈബ്രറിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട്. ഒരു അക്കാഡമിക് ഗ്രൂപ്പ് ഉണ്ടാവേണ്ടതുണ്ട്. അവർ കുറച്ച് ഇൻ്റലക്ച്വൽസ് ആയിരിക്കും, അവരുടെ ഫുൾ ലിസ്റ്റ് വാങ്ങിക്കണമെന്നില്ല, എങ്കിൽ തന്നെയും
ചില പ്രധാനപ്പെട്ട പിന്നെ അത്ര പ്രശസ്തി ഇല്ലാത്ത എഴുത്തുകാരും ഗംഭീരമായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതുന്നുണ്ടല്ലോ. എത്രയോ പുസ്തകങ്ങളുണ്ട്. അതൊക്കെ വായനശാലകൾ വരേണ്ടതാണ്. ഇനി പഴയ പുസ്തകങ്ങൾ സൂക്ഷിക്കണം. അതെല്ലാം ഇങ്ങനെ മൂലക്ക് വാരിയിടാൻ പാടില്ല. ആളുകൾ ഉപയോഗിച്ച് പിന്നെ ഈ വായനക്കാരുടെ ഈ മുദ്ര എന്ന് പറയുന്നത് വൈകാരിക സാധനം. ഒരു പുസ്തകം ഉപയോഗിച്ച് പഴകിപ്പോയെങ്കിൽ അത് കളഞ്ഞൂടാ. അത്രയോ വായനക്കാരുടെ അനുഭവങ്ങൾ, എത്രയോ രാത്രികളുടെ മുദ്രകൾ. ചില ഈ പണ്ട് ഈ വൈദ്യുതി വരുന്നതിന് മുമ്പേ ഈ പാറ്റ കൂറയിലുണ്ടാവില്ലേ, അതിൻ്റെയൊക്കെ ചിറകെല്ലാം ഈ പുസ്തകത്തിലുണ്ടാവും. രാത്രിയിൽ ഉറങ്ങാതെ വായിച്ചതിൻ്റെ അടയാളമാണത്. അപ്പോൾ അങ്ങനെയുള്ള സൂക്ഷ്മമായിട്ടുള്ള വൈകാരിക രേഖകൾ കൂടി ലൈബ്രറി എന്ന് പറയുന്നതിനുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങൾ BA സെക്കൻഡ് ലാംഗ്വേജ് മലയാളമായിരുന്നു. അപ്പോൾ അഭിഭീഷണം എന്ന് പറയുന്ന പുസ്തകമുണ്ട്. APP നമ്പൂതിരി എന്ന് പറയുന്ന ആൾ എഴുതിയ, അദ്ദേഹം ഫറൂഖ് കോളേജിലെ പിന്നെ അധ്യാപകനായിരുന്നു, നിരൂപകനായിരുന്നു അന്നത്തെ നിലയ്ക്ക്. അത്ര വലിയ നിരൂപകനൊന്നുമല്ല, വലിയ ഉൾക്കാഴ്ചയുള്ള ആളൊന്നുമല്ല. പക്ഷേ അതെങ്ങനെയോ ടെക്സ്റ്റ് ബുക്കായി. അപ്പോൾ അദ്ദേഹം ഉറൂബിൻ്റെ പിന്നെ ഉമ്മാച്ചു എന്ന് പറയുന്ന നോവലിനെ കുറിച്ചൊരു ലേഖനമാണ്. ശരിക്കും ഒരു പരീക്ഷയ്ക്കുള്ള ഉത്തരം പോലത്തെ ആണ്, അത്ര നല്ല ലേഖനമൊന്നുമല്ല. പക്ഷെ അതിൽ ഫറൂഖ് കോളേജിലെ ലൈബ്രറിയിൽ നിന്ന് ഒരു കുട്ടി എടുത്ത പുസ്തകത്തിൽ അഭിപ്രായം എഴുതിയിട്ടുണ്ട്, പെന്നുണ്ട്. ആ അഭിപ്രായം ഒരു നിരൂപകൻ്റെ അഭിപ്രായം പോലെ ഇദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നില്ല ഫറൂഖ് കോളേജ് ലൈബ്രറിയിലെ കുട്ടി എഴുതിയാണ്. അത് ചെറിയൊരു 2 വാക്യമേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പ്രാധാന്യം കേരളത്തിലെ ദൈക്ഷണിക ചരിത്രത്തിൽ ആ ചെറിയ ഭാഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരു ലൈബ്രറിയിലെ കുട്ടി എഴുതാൻ പാടില്ല, പുസ്തകത്തിൽ എഴുതാൻ പാടില്ല. പണ്ടങ്ങനത്തെ ശീലമുണ്ട് എഴുതുന്ന രീതി. അവർ കുട്ടി പറഞ്ഞ അഭിപ്രായത്തെ ഇദ്ദേഹം വലിയൊരു വാല്യൂ ജഡ്ജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഈ ലൈബ്രറി എന്ന് പറയുന്നതിന് വലിയൊരു ലോകമാണ്. നമ്മൾ വേറെ നിലക്ക് നോക്കാൻ തുടങ്ങിയാൽ വലിയ തമാശയുള്ള ഒരു സംഗതിയാണ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ. അത് ബന്ധിപ്പിക്കേണ്ടതാണ്. ഒന്നും എഴുതാൻ പാടില്ല എന്ന് നമ്മൾ പൊതുധാരണയുണ്ട്. ലൈബ്രറി പുസ്തകങ്ങൾ എഴുതാൻ പാടില്ല എന്നല്ലേ. ഇപ്പോൾ എഴുതിയ കുറവാണ്. ഇപ്പോൾ എഴുതുന്ന കുറവാണ്. ഇപ്പോൾ അത് പുസ്തകം എടുക്കുന്നതിനെ കുറവാണ്, എഴുതുന്നതും കുറവാണ്. ഇപ്പോൾ അത് പിടിക്കപ്പെടുന്നൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊക്കെ പണ്ട് എഴുതി വെച്ചിട്ട് പിടിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അറിഞ്ഞൂടായിരുന്നു, എഴുതാൻ പാടില്ല എന്ന് അറിയില്ലായിരുന്നു. എഴുതണം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചില പുസ്തകങ്ങൾ പലരും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാമെന്നില്ല വിചാരത്തിൽ. അപ്പോൾ എന്നോട് ഇവിടെ വേണൂട്ടൻ എന്ന് പറയുന്ന ലൈബ്രറി ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു എഴുതാൻ പാടില്ല. കാർക്കശ്ശേരി പറഞ്ഞില്ല, എന്നെ ബോധ്യപ്പെടുത്തി എഴുതിക്കൂടാന്ന്. പക്ഷെ പഴയ ലൈബ്രറി അത് ഒരു PhDക്കൊക്കെ വിഷയമാകാവുന്നതാണ്. ചെയ്യാൻ താല്പര്യമുള്ളത് ചെയ്യാവുന്നതാണ്. മാർജിനലിനെ കുറിച്ച് ഞാൻ കൂടുതൽ ആലോചിച്ചിട്ടില്ല. അത് ഒരു വായനക്കാർ ആ സ്പേസ്, ഈ വെള്ള സ്പേസ് ഇല്ലേ, ഈ വെള്ള സ്പേസ് ഇറ്റ് ഈസ് എ ബിവിച്ചിങ് ഏരിയ, നമ്മൾ ആകർഷിക്കുന്നൊരു സ്ഥലമാണ്. പിന്നെ ഈ വായനക്കുന്ന ആളുകൾക്ക് എഴുതാനൊരു സ്പിരിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് ആ വെള്ള സ്പേസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് എഴുതാൻ വേണ്ടി തോന്നുന്നുണ്ടാവുക. ഞാൻ ചെറിയ പ്രായത്തിൽ ചെയ്തിട്ടുണ്ടോ, ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് പഠിക്കുന്ന വരെ ഞാൻ അപൂർവമായിട്ട് എഴുതിയിട്ടുണ്ടാവും. പിന്നെ എഴുതിയിട്ടില്ല. അത് ഇതുപോലെയുള്ള സില്ലി അഭിപ്രായങ്ങളാണ് നല്ലത്, അങ്ങനെ ആയിപ്പോയി, അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ വഴി തിരിച്ചുവിടാൻ അങ്ങനെയൊന്നും പറ്റില്ല. അത് ഞാൻ വലിയ സീരിയസ് ആയിട്ട് എഴുതിയല്ല, അത് നമുക്ക് എഴുതാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനത്തെ ഉള്ളൂ. നമ്മളൊരു ഒപ്പ് പോലെ, അല്ലാണ്ട് കാര്യമായ അഭിപ്രായങ്ങളൊന്നും. ഞാൻ എപ്പോഴും പഴയ പുസ്തകങ്ങൾ നോക്കുമ്പോൾ വായനക്കാരുടെ ഈ മാർജിനാലിറ്റി ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ അറിയാതെ അതിനെക്കുറിച്ച് പഠനങ്ങളൊക്കെ ആകാവുന്നതാണ്. വേണമെങ്കിൽ ഒരു പഴയ ലൈബ്രറി സന്ദർശിച്ചിട്ട് ഇപ്പോൾ ഒരു വിഷയം, പക്ഷെ ഞാനായിട്ട് അങ്ങനെ ചെയ്യുമെന്ന് അറിയില്ല, ചെയ്തുകൂടായില്ല. ചിലത് പിന്നെ വളരെ പഴയ പുസ്തകങ്ങളായിരിക്കും അതൊക്കെ.